നമസ്കാരം, ഫണ്ണി ആൻഡ് എക്സ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ചെറിയ രീതിയിൽ എങ്ങനെ ഒരു കോഴി വളർത്തൽ ആരംഭിക്കുക എന്നതിനെ കുറിച്ചാണ്. കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം ചെറിയ രീതിയിൽ പനിക്കോളും പിന്നെ ഈ മഴയുടെ അന്തരീക്ഷമൊക്കെ ആയതുകൊണ്ടാണ് ഞങ്ങൾ വീഡിയോ ഒന്നും ഇടാതിരുന്നത്. ഇന്ന് ഞങ്ങൾ ചെറിയ രീതിയിൽ എങ്ങനെ കോഴി വളർത്തൽ ആരംഭിക്കാമെന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. രാവിലെ ഞങ്ങൾ നേരത്തെ വീഡിയോ ഇടാനായിട്ട് തീരുമാനിച്ചു, പക്ഷേ മഴയൊക്കെ ആയത് കാരണം ഞങ്ങൾ പിന്നെ അത് പെൻഡിങ് ആക്കി വെച്ചു. ഇനി അടുത്ത മഴ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ വീഡിയോ എടുക്കാമെന്ന് കരുതിയെങ്കിലും ഇപ്പോഴും കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ചെറിയ രീതിയിൽ മഴക്കാറ് മഴ ചാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഈ കോഴികളെ നമുക്ക് പരിചയപ്പെടാം. ഈ കൂട്ടിനകത്ത് ഈ ഒരു സെക്ഷനിൽ കാണുന്നതാണ് ചെറിയ പുള്ളിക്കോഴിയാണ്. അതിന് വെള്ളയും കറുപ്പും കളറാണ് ഈ പുള്ളിക്കോഴിക്ക്. ഇത് വെള്ള കളറുള്ള പൂവന് ഒരു പിഴയും കൂടെ ഒരുമിച്ച് നമ്മൾ ഈ ഒരു ബോക്സിനകത്ത് ഇട്ടിരിക്കുകയാണ്. കാരണം അത് മുട്ട ഇടുന്നതിന് വേണ്ടിയാണ് ഇട്ടിരിക്കുന്നത്. ഈ കോഴി ഇപ്പൊ ഇടാൻ തുടങ്ങിയിട്ട് ഈ രണ്ട് കോഴികളെയും കൂടി യോജിച്ചിടാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 2 ദിവസം ആയതേ ഉള്ളൂ. കുറഞ്ഞ ഒരാഴ്ചയെങ്കിലും ഇടാനുള്ള ഒരു തീരുമാനത്തിലാണ് ഞങ്ങൾ ഇട്ടിരിക്കുന്നത്. അതിനെ ഇട്ട് കഴിഞ്ഞിട്ട് മാറ്റി പിന്നെ അടുത്ത ബാക്കി കോഴികളെയും കൂടെ ഇടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ കൂട്ടിൽ കാണുന്നത് വേറെ ഇനമാണ്. ഇതെല്ലാം നാടൻ ഇനങ്ങളാണ് കാണുന്നത്. കാണുന്നത് BV380 എന്ന ഇനത്തിൽപ്പെട്ട കോഴിയാണ്. കാരണം ഇത് ഞങ്ങൾക്ക് ഈ കാണുന്ന കോഴിക്കൂട് ഞങ്ങൾക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് വിലയ്ക്ക് ഒരു വീട്ടിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പൊ അവിടെ ഇതുപോലെ തന്നെ ഒരു ചെറിയ രീതിയിൽ ഫാമിങ് പോലെ തന്നെയാണ് അവരും കോഴികളെ വളർത്തിയിരുന്നത്. എന്തോ സാഹചര്യങ്ങൾ മൂലമാണ് അറിയില്ലെങ്കിലും അവർ ആ കോഴികളെല്ലാം ഇറച്ചികളിലേക്ക് കൊടുക്കുകയോ എന്തൊക്കെ വിൽക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഞങ്ങൾ ഈ കോഴിക്കൂട് വാങ്ങാൻ ചെന്നപ്പോൾ ഈ കോഴിയെയും കൂടെ കൂട്ടിയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഇത് BV380 ഇനത്തിൽപ്പെട്ട കോഴിയാണ്. ഞങ്ങൾ പിന്നെ ഇപ്പം ഇത് കൊണ്ടുവന്നിട്ട് ഇപ്പൊ കുറച്ച് ദിവസങ്ങളായി ഈ കോഴിക്കൂടും കോഴിയെല്ലാം കൊണ്ടുവന്നിട്ട് ഞങ്ങൾ കൊണ്ടുവന്ന അന്ന് മുതൽ തന്നെ ഈ പച്ചപ്പുല്ല്, പായല്, അരി ഇതുപോലത്തെ ആഹാരങ്ങളാണ് കൊടുക്കുന്നത്. ഞങ്ങൾക്ക് വലിയ രീതിയിൽ കോഴികളെ വളർത്തു ശീലമോ അങ്ങനത്തെ ആ ഒരു പരിചയമൊന്നുമില്ല. എങ്കിൽ പോലും ഈ മഴ സമയത്ത് അതിനെ എങ്ങനെ പരിചരിക്കണം എന്നതിനെ കുറിച്ചൊന്നും അറിയില്ലെങ്കിലും അറിയാവുന്നവരോ അല്ലെങ്കിൽ പരിചയമുള്ളവരൊക്കെ ഒരുപാട് കോഴികളെ വളർത്തിയെടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ളവരോട് ഞങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് അതിനെന്തൊക്കെ ആഹാരങ്ങളാണ് കൊടുക്കുന്നത്, എന്തെങ്കിലും മരുന്നുകൾ ഈ മഴ സമയത്തൊക്കെ കോഴിക്ക് അസുഖമൊന്നും വരാതിരിക്കാൻ അതിനെ രോഗപ്രതിരോധ ശേഷി കൂട്ടുവാൻ എന്തൊക്കെ ആഹാരങ്ങളും മരുന്നുകളുമാണ് എന്നൊക്കെ കൊടുക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ ഓരോരുത്തരുടെ തിരക്കി അന്വേഷിച്ചൊക്കെ ഇരിക്കുകയാണ്. ഞങ്ങളാലാവുന്ന വിധം കോഴികളെ നല്ല രീതിയിൽ പരിചരിച്ച് വളർത്താനാണ് ആഗ്രഹിക്കുന്നത്. കൂടാതെ ഈ കോഴികളിൽ നിന്ന് തന്നെ ഞങ്ങൾ അട വെച്ച് വിരിയിച്ചിറക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് ചെയ്യുന്ന വീഡിയോകളും അതിനെ പരിചരിക്കുന്നതിനും എല്ലാം ഉള്ള വീഡിയോകളും ഞങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ്. എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ നിങ്ങളോട് ഈ വീഡിയോ പങ്കുവെക്കുന്നത്. താങ്ക് യു സോ മച്ച്.